ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും കേരളത്തിൽ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം. പ്രത്യേകിച്ച് ഇടതുപക്ഷം തന്നെയായിരിക്കും ഇതാദ്യം എടുത്തിടുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എല്ലാ മുന്നണികളും, അതായത് LDF ആയാലും UDF ആയാലും മാറി മാറി ഈ സംഘടനകളെ ഒക്കെ തന്നെ താലോലിച്ചിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി ആയാലും വെൽഫെയർ പാർട്ടി ആയാലും SDP-യും എല്ലാവരെയും തന്നെ, PDP എല്ലാം തന്നെ, PDP ഒക്കെ ആയിട്ട് ഒരേ വേദി പോലും മുഖ്യമന്ത്രി പങ്കിട്ടവരാണിത്. നമുക്കറിയാം VS അതിനെ ശക്തമായി എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിലും ഈ വിഷയം ചർച്ച ചെയ്തതിന് പിന്നിൽ പല ദുരൂഹതകളുമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ തീവ്രവാദികളാണ്, SDPI എന്ന് പറയുന്നത് മതമൗലികവാദികളാണ്, തീവ്രവാദികളെന്ന് അദ്ദേഹം തന്നെ പച്ചയ്ക്ക് ആദ്യമായിട്ട് പറഞ്ഞു. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ വേണ്ടി മീഡിയ വൺ വെറുതെ അലക്കണ്ട എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ രണ്ടും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് മുഖ്യമന്ത്രിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ അകലുന്നു, അല്ലെങ്കിൽ CPM-ഉം ജമാഅത്തെ ഇസ്ലാമിൻ്റെ അകലുന്നു എന്ന് വേണം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ. ഈ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്ന ഉടൻ തന്നെ, ഏതാനും മണിക്കൂറുകളിൽ തന്നെ SDP-യുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അവർ പറഞ്ഞത് 2011 മുഖ്യമന്ത്രിയും ഞങ്ങളുമായി ചർച്ച നടന്നു. എന്തിനാണ് ചർച്ച നടക്കുന്നത്? വോട്ടിന് വേണ്ടിയായിരിക്കുമല്ലോ. ചർച്ച നടന്നു എന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തുക AK സെൻറ്ററിൽ വെച്ച്. അതെ. അപ്പോൾ ഇത് മുഖ്യമന്ത്രി നിഷേധിക്കുന്നുമില്ല. 2011 ഇവരുമായി ചർച്ച നടത്തുന്നത് മുഖ്യമന്ത്രി നിഷേധിക്കുന്നില്ല. നിഷേധിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഓർമ്മയുള്ള അങ്ങ് സൂചിപ്പിച്ച പോലെ PDP-യുടെ അബ്ദുൽ നാസർ മദനിയുമായി ഒരേ വേദി പങ്കിട്ട് തീവ്ര നിലപാടുള്ള മുസ്ലിങ്ങളുടെ വോട്ട് നൈസിൽ എങ്ങനെ സമാഹരിക്കാം എന്ന് ഇദ്ദേഹം ശ്രമിച്ചതിന് തുടക്കമായിരുന്നല്ലോ മദനി. അതിനുശേഷമാണ് SDP PDP ക്ഷയിച്ചപ്പോൾ SDP PF-യുടെ ഭാഗമുള്ള SDP ജമാഅത്തെ ഇസ്ലാമിയുടെ SDP വളർന്നു വരുന്നത്. അങ്ങനെ അവരിൽ നിന്നും എങ്ങനെ വോട്ട് ശേഖരിക്കാം എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുമായിട്ട് ചർച്ച 2011 പിണറായി വിജയൻ നടത്തിയത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവുന്നത്, കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ ഈ തീവ്ര മതമൗലിക സംഘടനയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ഇന്നലത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റോട് വ്യക്തമായി. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നാളെ മുതൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് ജമാഅത്തെ ഇസ്ലാമി ഓപ്പണായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചത്. അത് കോഴിക്കോട് തന്നെയുള്ള 55 വാർഡുകളിൽ 47 വാർഡുകളിൽ ഇവർ SDP വോട്ട് കോൺഗ്രസിന് കൊടുക്കും, UDF-ന് കൊടുക്കുമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പാലക്കാട് നമ്മൾ കണ്ടാണല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDPI ആണ് ആഹ്ലാദപ്രകടനം നടത്തിയത്. അതെ, ആദ്യം. അതെ, കോൺഗ്രസിന് മുമ്പേ. അപ്പോൾ അവരെന്തുമാത്രം ഈ പറഞ്ഞതുപോലെ ഈ മതേതര രാഷ്ട്രീയ കക്ഷികൾ എന്നറിയപ്പെടുന്ന ഇവരെയൊക്കെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പാലക്കാട് കണ്ടത്. ഇതിൻ്റെ തുടർച്ചയാണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം മുമ്പില്ലാത്ത വിധം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം നടത്തുന്നു. അത് പ്രചരണത്തിലായാലും ശരി, സ്ഥാനാർത്ഥി എണ്ണത്തിലായാലും ശരി, വലിയ തോതിൽ അവർ മത്സരിക്കുന്നു. ഇപ്പോൾ അവരുടെ തന്നെ അവകാശം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്നത് BJP-യിലാണ്. അത് CPM-നോ കോൺഗ്രസിനോ പോലും കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ശക്തിയായി വളർന്നു വരുന്നു എന്നുള്ള ആശങ്ക SDP-ക്കുണ്ട്. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവരുടെ വളർച്ചയ്ക്ക് അത് തടസ്സമാവും എന്നുള്ള തിരിച്ചറിവ് SDP-ക്കുണ്ട്. അപ്പോൾ ആരാണോ കോൺഗ്രസിനെ ക്ഷയിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതായത് CPM-ഉം BJP-യും, അവിടെ ഒരു കൈത്താങ്ങ് കോൺഗ്രസിന് കൊടുക്കുക എന്നുള്ള നയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ SDP സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം കണ്ണൂരടക്കമുള്ള പല സ്ഥലങ്ങളിലും, ഈവൻ കൊല്ലത്ത് പോലും ഈ പിന്തുണ കൊടുക്കാൻ അവർ തയ്യാറായി. ചില സ്ഥലങ്ങളിൽ അവർ പരസ്യമായിട്ട് പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ രഹസ്യമായിട്ട്. പക്ഷേ തുടക്കത്തിൽ, ഈ തെരഞ്ഞെടുപ്പിന് തുടക്കത്തിൽ പറഞ്ഞതെന്ന് അറിയുമോ? ഞങ്ങൾ ഈ വളരെ ആസൂത്രിതമായി ചില സ്ഥലങ്ങളിൽ LDF-നെയും ചില സ്ഥലത്ത് UDF-നെയും ഞങ്ങൾ പിന്താങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് മാറി ഇവർ കേവലം UDF-നോട് മാത്രമാണ് അവരുടെ അടുപ്പം എന്നവർ തെളിയിക്കുകയായിരുന്നു. അതിൻ്റെ രോഷവും കൂടിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. കാരണം ഇതുവരെ ഇവർ ഈ പറഞ്ഞ തീവ്രവാദികളെന്ന് പറയായിരുന്ന മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുവെങ്കിൽ എൻ്റെ അർത്ഥം, ഇനി ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും CPM-ന് സ്വീകാര്യത കിട്ടില്ല, അല്ലെങ്കിൽ വോട്ട് കിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാകേണ്ട അദ്ദേഹം തുറന്നു പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം തുറന്നു പറഞ്ഞു എങ്കിൽ
ഈ SDP കേരളത്തിൽ കാണിച്ചിട്ടുള്ള ഈ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി കേസ് എടുക്കേണ്ടതാണ്. ഇവൻ പിന്നെ പല ക്ഷേത്രം നെയ്യാറ്റിൻകര അടക്കമുള്ള ഒരു ക്ഷേത്രത്തിൽ പോലും കയറാൻ അനുവദിക്കാതെ, ഹിന്ദുക്കളെ കയറി പ്രാർത്ഥന നടത്താൻ അനുവദിക്കാതെ പൂട്ടിയിടുകയും ഗുണ്ടായുസം കാണിക്കുകയും ചെയ്ത ഈ കേസുകളെല്ലാം സ്വാഭാവികം എന്ത് ചെയ്യണം? പിണറായി വിജയൻ പരിഗണിക്കണം. ഇവർക്കേറെ കേസ് ചാർജ് ചെയ്യണം. ഇവർ മതമൗലികവാദികളാണ് എങ്കിൽ, ഇദ്ദേഹം പറഞ്ഞ് ശരിയാണ് എങ്കിൽ. പക്ഷേ എത്രത്തോളം ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവരുടെ ഈ കൂട്ടുകെട്ട് നമുക്കറിയാം. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്തും ഈ ഇവർ പോലും സംഘപരിവാർ പോലും പറയാത്ത ഒരു കാര്യമാണ് പിണറായി വിജയൻ അവിടെ പറഞ്ഞത്. ഈ മുസ്ലിം ലീഗിൻ്റെ ഈ ജമായത്തെ ഇസ്ലാമി, PDP ഇവരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്. കാരണം മത തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന അത്രയും മുസ്ലിം ലീഗാണെന്ന് പോലും അന്ന് അവിടെ പറയുകയുണ്ട്. അതെ. അല്ല, അതിനും ഒരു റീസൺ ഉള്ളത്, ഒരു പുതിയൊരു നറേറ്റീവ് കേരള രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അതിൽ പ്രധാനം BJPയും CPIയുമായിട്ട് ഡീലുണ്ട് എന്നുള്ളതാണ്. അണ്ടർഗ്രൗണ്ട് ഡീലുണ്ട് എന്നുള്ളതാണ്. ഇത് പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ് ആണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ ഈ സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി, PDP, ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇതിനെ പിന്താങ്ങുന്നുണ്ട്. അതിനവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത്, പിണറായിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരവധിയായ കേസുകളുണ്ട്. കള്ളക്കടത്ത് അടക്കമുള്ള ധാരാളം കേസുകളുണ്ട്. ഈ കേസുകൾ ED പലതും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ചിലത് അന്വേഷണത്തിൻ്റെ ഒരു ഫ്രീസിങ് അവസ്ഥയിലാണ്, ചിലത് ക്ലോസ് ചെയ്തു. അപ്പോൾ ന്യായമായിട്ട് അവർ സംശയിക്കുന്നുണ്ട് ഇവർ തമ്മിലൊരു ഡീലുണ്ട്. അതായത് BJPയുടെ സഹായത്തോടു കൂടി ഇവിടെ കോൺഗ്രസിനെയും അല്ലെങ്കിൽ മറ്റ് സംഘടനകളെയും തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പിണറായിയോടുള്ള അതിർത്തി ഈ രൂപത്തിൽ ഈ സംഘടനകൾ കാണിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് പിണറായി വിജയന് തുറന്നു പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഇതൊരു നല്ലൊരു ലക്ഷണമാണ്, ഒരു ശുഭലക്ഷണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം നമ്മൾ ലോക്കലായിട്ട് പലതും പറയാറുണ്ട്, രാവിലെ സഖാവും രാത്രി മറ്റേ SDP കാരനാണെന്നുള്ളത്. ഒരുപാട് പേര് CPM നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും PFI നിരോധിച്ചതിന് ശേഷം ധാരാളം ആളുകൾ CPM കടന്നു കയറുകയും CPMൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇവർ ഈ പറഞ്ഞതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു രീതിയുണ്ട്. ഈ ഒരു തിരിച്ചറിവ് പാർട്ടിയിൽ ഒരുപാട് സഹാക്കൾക്കുണ്ട്. പലരും തുറന്നു പറയുന്നില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. കാര്യം അവർ ഈ പറഞ്ഞതുപോലെ മേൽക്കൈ നേടുകയാണ് പാർട്ടിക്കകത്ത്. ആ ഒരു മേൽക്കൈ ഭാവിയിൽ CPMന് ദോഷമാവും എന്ന ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടി മുന്നോട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഇനി അധികകാലം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബാന്ധവം CPMന് താല്പര്യമില്ല എന്ന് വേണം ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇതെനിക്ക് തോന്നുന്നു ഈ മുസ്ലിം വോട്ടിനകത്തൊരു ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതും പിണറായി വിജയൻ ലക്ഷ്യം വയ്ക്കുന്നു. തീർച്ചയായിട്ടും. കാര്യം അദ്ദേഹത്തിൽ കൂടെ ഉണ്ടാക്കാൻ ലക്ഷ്യം വയ്ക്കുന്നത് ലീഗിനെയാണ്, മുസ്ലിം ലീഗിനെയാണ്. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ തമ്മിൽ തർക്കം നടന്നു. സമസ്ത പറഞ്ഞത് ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്നത് ഇത്ര നല്ല പരിപാടിയല്ല, ലീഗ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് സമസ്ത എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ ലീഗ് ഈ പറഞ്ഞതുപോലെ മതേതരം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പോൾ ആ മതേതര പാർട്ടിയെ ഇനി അടുപ്പിക്കാൻ പറ്റുമോ എന്നാണ് പിണറായി ഇപ്പോൾ നോക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മാറ്റി നിർത്തിയിട്ട് ലീഗിന് അടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് രംഗം ഓരോ ദിവസം കഴിയുന്തോറും ഇപ്പോൾ ഇനി ഒരു 6-7 മാസമേ ഉള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക്. അപ്പോൾ തുടർ ഭരണം വീണ്ടും ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ CPM വലിയ ബുദ്ധിമുട്ടാണ്, അത് അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ട് ഇനി അവിടുന്ന് ആരെങ്കിലും അടർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് UDF നിന്ന്. അവിടുന്ന് അടർത്തിയെടുക്കാൻ കഴിയുന്ന ആരായിരിക്കണം? ഒരു വോട്ട് ബാങ്കുള്ള ആളിനെ ആയിരിക്കണം. വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവിടെ ഉള്ളത് ലീഗിനാണ്. അപ്പോൾ ലീഗിനെ എങ്ങനെ അടുപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ദുഷ്ടലാക്കും കൂടി ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ജമാഅത്തെയും അതുപോലെ തന്നെ SDP തള്ളിപ്പറഞ്ഞാൽ ലീഗ് ഒന്ന് ഇങ്ങോട്ട് ചായും എന്ന ഒരു ലക്ഷ്യം ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. എന്തൊക്കെ ആയാലും കേരള രാഷ്ട്രീയത്തിൽ മൗലികവാദികളുടെ വോട്ട് ഇരു മുന്നണികൾക്കും ഇപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ്. അത് നേടാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.